നമസ്കാരം. വീണ്ടും ഒരു അവധിക്കാലം എത്തിയിരിക്കുന്നു. ഈ ഒരു അവധിക്കാലത്ത് ഈ കുസൃതികളെ എങ്ങനെ വീട്ടിൽ അടക്കിയിരുത്താം എന്നുള്ളതിനെക്കുറിച്ച് എല്ലാ മാതാപിതാക്കൾക്കും ഒരു അങ്കലാപ്പുണ്ടാവും. ഏറ്റവും ഫലപ്രദമായ ഈ ഒരു അവധിക്കാലം കുട്ടികൾക്ക് നൽകാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കഴിയുന്നതും മാതാപിതാക്കളുടെ അവധി സമയവും കുട്ടികളുടെ അവധിക്കാലവും കൂടി ഒരുമിച്ചെത്തിച്ചാൽ വളരെ നല്ലൊരു ക്വാളിറ്റി ടൈം കുട്ടികളുമായിട്ട് നമുക്ക് ചെലവഴിക്കാനായിട്ട് സാധിക്കും. അവധിക്കാല യാത്രകളും പുതിയ ഭൂപ്രകൃതിയെ കുട്ടികളെ പരിചയപ്പെടുത്തുന്നതും അവരുടെ ക്രിയാത്മകമായിട്ടുള്ള കഴിവുകളെ പരിപോഷിപ്പിക്കത്തക്ക രീതിയിലുള്ള ആക്ടിവിറ്റീസിലേക്ക് അവരെ കൊണ്ടുപോകുന്നതും ക്യാമ്പുകളും ഒക്കെ ആയിട്ട് ഈ ഒരു അവധിക്കാലം വളരെ മനോഹരമായ ഒരു സമയമായി കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഒരു സമയം പഠനത്തിന്റെ ഒരു തുടർ പ്രവർത്തനമായി അവധിക്കാലത്തെ കാണാതെ പുതിയൊരു കാര്യമായിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിന്, പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനുള്ള ഒരു സമയമായി അവധിക്കാലം എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് ഇഷ്ടമുള്ള സ്പോർട്സിൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അവരുടെ ഹോബീസിനെ കൂടുതലായിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകാനും ഒക്കെ സാധിച്ചാൽ ഈ ഒരു അവധിക്കാലം കുട്ടികൾ ഫോണും അല്ലെങ്കിൽ അതുപോലുള്ള സ്ക്രീൻ ടൈമൊക്കെ മാറ്റി വെച്ച് നമ്മുടെ ചുറ്റുപാടുകളുമായിട്ട് ഇണങ്ങി മാതാപിതാക്കളുമായിട്ട് ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു സമയം ചെലവഴിക്കാനായിട്ട് സാധിക്കും. ഈ ഒരു സമയത്ത് കുക്കിങ്ങോ ഗാർഡനിങ്ങോ അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളെ പരിചയപ്പെടുത്തുക, ക്ലീനിങ്ങിലൊക്കെ കുട്ടികളെ കൂടി ഉൾപ്പെടുത്തുക, വീട്ടിലെ ചെറിയ ചെറിയ ജോലികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക, ബാക്കിയുള്ളവരുമായിട്ട് സംസാരിക്കാനും അവരുടെ വീട്ടിലുള്ള കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ ഉള്ള ഒരു സമയം ചെലവഴിക്കാനും ഒക്കെ ആയിട്ട് ഈ ഒരു സമയത്തെ കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്തേണ്ടതാണ്. കഴിയുന്നതും ഈ ഒരു അവധിക്കാലം ഫോണോ ലാപ്ടോപ്പോ ഒക്കെ കൊടുത്ത് ഒരിടത്ത് ഇരുത്തി അല്ലെങ്കിൽ ഗെയിമിങ്ങും ആക്ടിവിറ്റീസുമായിട്ട് മാറ്റിയിരുത്തുന്ന ഒരു രീതിയിൽ നിന്ന് തീർച്ചയായിട്ടും പുറത്തു വരേണ്ടത് ആവശ്യമാണ്. ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു അടുത്ത സമയത്ത് കുട്ടികളിലുള്ള ബിഹേവിയറൽ ചേഞ്ചസ്, അവരുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, റീൽസിലൊക്കെ അഡിക്റ്റ് ആവുകയും അല്ലെങ്കിൽ ഗെയിംസിലൊക്കെ അഡിക്റ്റ് ആവുകയൊക്കെ ചെയ്യുകയും വയലൻസ് ഉള്ള ഗെയിംസ് ഒക്കെ ഒരുപാട് കളിക്കുകയൊക്കെ ചെയ്തിട്ട് കുട്ടികളുടെ സ്വഭാവത്തിൽ വളരെയധികം മാറ്റം ഉണ്ടാവുകയും അവർ കൂടുതൽ ദേഷ്യം ഉണ്ടാവുകയും ക്ഷമയില്ലാതാവുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്വഭാവത്തിലുണ്ടായ എല്ലാ മാറ്റങ്ങളെയും മാറ്റിയെടുക്കാനുള്ള ഒരു സമയമായിട്ട് ഈ ഒരു അവധിക്കാലത്തെ കാണുക. ലൈബ്രറികളിലേക്കും അതുപോലെ ക്ലബ്ബുകളിലേക്കും ആക്ടിവിറ്റീസുകളിലേക്കും ക്യാമ്പുകളിലേക്കും സ്പോർട്സിൻ്റെ ക്യാമ്പുകളിലേക്കും ഒക്കെ കുട്ടികളെ പരിചയപ്പെടുത്തുക. അവർക്ക് ഇഷ്ടമുള്ള മേഖലയിൽ പിന്നീട് അവർക്ക് ശോഭിക്കാനുള്ളതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിൽ ഈ ഒരു സമയത്തെ പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുക എന്നുള്ളത് ഈ ഒരു അവധിക്കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സമയവും പ്രയത്നവും ഒക്കെ ആ ഒരു രീതിയിലേക്ക് കുട്ടികൾക്ക് കൂടുതൽ സന്തോഷമുള്ള ഒരു അവധിക്കാലം കൊടുക്കുന്ന രീതിയിലേക്ക് ആവട്ടെ എന്ന് കൂടി ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.